അസ്സലാമലൈക്കും. നോമ്പ് തുറക്കുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല സ്വീറ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പഴം വെച്ചിട്ടുള്ള ഒരു നല്ല അടിപൊളി സ്നാക്കാണിത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഒന്ന് മെൽട്ടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിയും ബദാമും കൂടി ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ അണ്ടിയും ബദാമും എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നമുക്കൊക്കെ ചേർക്കാം. അതൊന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പോളം ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. തേങ്ങ ഒരുപാട് റോസ്റ്റ് ചെയ്തിട്ട് ആവശ്യമില്ല. അതിൻ്റെ ആ വെള്ളത്തിൻ്റെ മയം മാറുന്നവരെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത്രയും മതിയാവും. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാത്രത്തിൽ 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യൊന്ന് മെൽറ്റായി വരുമ്പം അതിലേക്ക് വലിയ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. നമ്മളിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റുന്ന സമയത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു 2 സ്പൂണ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അത് മധുരം കുറവാണെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറാൻ മാറ്റി വെക്കാം. ഇനി നമ്മൾ കായടക്ക പുഴുങ്ങി അരക്കുന്ന പോലെ നല്ലപോലെ പഴം വേവിച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അരക്കുന്ന സമയത്ത് തരിയൊന്നും ഇല്ലാതെ നല്ലപോലെ തന്നെ അരച്ചെടുക്കാം. ഇനി ഈ പഴത്തിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തിട്ടുള്ള തേങ്ങയും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കുറച്ച് ഏലക്കായ്പ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സ്പൂണോട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നല്ലപോലെ മിക്സായി കിട്ടൂല. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ടാകുമ്പോൾ നമുക്ക് എല്ലാം നല്ലപോലെ തന്നെ മിക്സായി കിട്ടും. ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ നെയ്യ് തടവിയതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഉരുളകളാക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഷേപ്പ് വേണ്ടത് അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സേമിയാണ്. ഇതുപോലത്തെ നേരിയ വറക്കാത്ത സേമിയാണ് എടുക്കേണ്ടത്. ഇത് നല്ലപോലെ പാക്കറ്റിൽ നിന്ന് തന്നെ നല്ലപോലെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് മുട്ടയുടെ വെള്ളയും കുറച്ച് കോൺഫ്ലവറും വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട്ലേറ്റ് ഇട്ട് നമുക്ക് സേമിയത്തിലേക്ക് ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. മുട്ടയുടെ മഞ്ഞ എടുക്കാതിരിക്കാൻ ഞാൻ പല വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എണ്ണ പതഞ്ഞ് പൊങ്ങി വരില്ല. മുട്ടയുടെ മഞ്ഞ ചേർക്കുമ്പോഴാണ് എണ്ണ പതഞ്ഞ് പൊങ്ങി വരുന്നത്. അപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ പൊങ്ങി വരും എണ്ണ പതഞ്ഞിട്ട്. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മുട്ടയുടെ വെള്ളം മാത്രം ചേർക്കുക. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല, കുറച്ച് മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ബാക്കി ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും കേടാവാതിരിക്കും. ഇനി നമുക്ക് ബാക്കി ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2 ഭാഗവും തിരിച്ചും മറിച്ചുവിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറിലേക്കും ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ബനാന കട്ട്ലേറ്റ് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.